ഹലോ ഗായ്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ സമയം രാവിലെ 6:30 ഇപ്പോ ഞാനും നീലു ബേബി കൂടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോവാ എന്റെ വീട്ടിലേക്ക്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും എന്ന് തോന്നുന്നു. രോഹിതന്റെ വീട് എറണാകുളവും എന്റെ വീട് ട്രിവാൻഡ്രവുമാണ്. അപ്പോ ഞാനും നീലു ബേബിയും കൂടെ ഒറ്റയ്ക്ക് ട്രിവാൻഡ്രത്തേക്ക് പോവാ. മുന്നേ നീലു ബേബി കുറച്ചുകൂടെ ചെറുതായപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇവർ നടക്കാനായി പിന്നെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് എന്റെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് AC എടുത്തിട്ടാ പോകണം ഞാൻ നീലുബേബി. അതായത് നീലുബേബി ട്രെയിനിൽ കയറിയ ഓടിച്ചാടി നടക്കും. പിന്നെ ട്രെയിൻ അറിയാലോ, അത്ര വൃത്തിയൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് ഫസ്റ്റ് AC ആണ് കേട്ടോ എടുത്തത്. ചിലപ്പോ ഈ കാണുന്ന പലർക്കും ഫസ്റ്റ് AC എന്താണെന്ന് അറിയില്ലായിരിക്കും. എനിക്കും അറിയില്ലായിരുന്നു. കൂപ്പ ഉണ്ടായിരുന്നു, ക്യാബിൻ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയത് ക്യാബിനാണ്. ക്യാബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബെഡാ വരാ. മറ്റേ കൂപ്പയാണെങ്കിൽ 2 ബെഡേ വരുള്ളൂ. ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയ ക്യാബിനിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ നീലുബേബി മാത്രം. ഭയങ്കര സേഫ് ആയിരുന്നു, ഭയങ്കര പ്രൈവസി ഉണ്ടായിരുന്നു കേട്ടോ. നീലുബേബി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലാറ്റ് ആയി. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞുതരാം. എനിക്കിപ്പോ ട്രിവാൻഡ്രം വരെ പോവാനായിട്ട് ഇതിന് ചാർജ് അയക്കുന്നത് 1200 സംതിങ്, ടാക്സ് ഉൾപ്പെടെ അത്രയാണ് ആയത്. ഭയങ്കര സേഫാണ്. ഞാൻ ലോക്ക് ചെയ്ത് കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ആരും ശല്യം ചെയ്യാനോ ഒന്നിനും വരില്ല. ഭയങ്കര സേഫാണ്. ഞാൻ ട്രിവാൻഡ്രം എത്തിയത് അറിഞ്ഞില്ല. അത്രയും സേഫ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. അത്ര സ്മൂത്ത് ജേർണി ആയിരുന്നു. പെട്ടെന്ന് തന്നെ ട്രെയിൻ എത്തുകയും ചെയ്തിട്ടോ. 7:15 കന്യാകുമാരി എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ രാവിലെ കോട്ടയം വഴിക്കുള്ള. ഞാൻ 12 മണിയായപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് എത്തുകയും ചെയ്തു. സർപ്രൈസ് ആയിട്ട് പോകാൻ ഉദ്ദേശിച്ചതാണ് ഈ ട്രിപ്പ്. പക്ഷെ നീലു ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും വേണം. പക്ഷെ ലഗേജും നീലു ബേബിനെയും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലെല്ലാവരും അറിഞ്ഞു. പിന്നെ എന്റെ ചേച്ചി മാളു അവളെ എന്നെ കൂട്ടാൻ വരുന്നുണ്ട്. അവള് നമ്മളത് കാണാണ്ട് നടന്നു പോവാ. അങ്ങനെ ഞാൻ ഷൂ എന്നൊക്കെ വിളിച്ച് അവളെ എന്നെ കണ്ടു. ഇതേ വന്നു. ഇപ്പൊ നീലു ബേബി അവളെ കണ്ടപ്പോൾ ഭയങ്കര ഇതായി. കുറെ നാള് കാണാണ്ടിരുന്ന് ഇപ്പൊ ഞാൻ ഏകദേശം 1-2 മാസത്തിന് ശേഷം കേട്ടോ നാട്ടിലോട്ട് പോണേ. അപ്പൊ ഇത് കാണാണ്ടിരുന്നേ അവള് കളിച്ച് വന്ന് ഞങ്ങൾ പിന്നെ ഊബർ ഓട്ടോ എടുത്തിട്ടാട്ടോ വീട്ടിലോട്ട് പോയത്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഓരോ ആവശ്യത്തിനൊക്കെ പുറത്തൊക്കെ പോയേക്കും. എന്താ എന്റെ ചേട്ടന് മാത്രമേ അറിയാതെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വരുന്ന കാര്യം. അപ്പോ ഇതാണ് ഇന്നത്തെ വിശേഷം.